വെറുതെ മുഖം കാണിച്ചു പോയ 3 സിനിമകൾ ഹിറ്റ്, മൾട്ടി സ്റ്റാറായിട്ട് വന്നതും ഹിറ്റ്, ചുമ്മാ കണ്ടിരിക്കാവുന്ന ലെവലിലുള്ള സിനിമയും ചെയ്തപ്പോൾ അതും ഹിറ്റ്. ഇപ്പോൾ പുതിയ വന്ന സിനിമയും ഹിറ്റാവാൻ പോകുന്നു. ഒറ്റ വർഷത്തിൽ ഇതെല്ലാം ചെയ്തു കൂട്ടിയ ബേസിൽ ജോസഫ്. അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ചെയ്യുന്ന എല്ലാ സിനിമകളും ഗ്രേറ്റ് ആയിട്ടല്ല, നല്ലതുമായിട്ടല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് ലെവലെങ്കിലും കീപ്പ് ചെയ്യുന്ന ടൈപ്പിലാണ് ബേസിലിൻ്റെ ലീഡ് ഹീറോ രീതിയിലുള്ള സിനിമകളുടെ സെലക്ഷൻസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ ജാനേമൻ ആൻഡ് ജയ അടിപൊളി സിനിമകളാണ്. സൂക്ഷ്മദർശിനി ആൻഡ് ഗുരുവായൂരമ്പലനടയിൽ ദ ഗുഡ് വൺസ്. നുണക്കുഴി ചുമ്മാ കണ്ടിരിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, മോസ്റ്റ്ലി ചെയ്ത എല്ലാ സിനിമകളും തിയേറ്ററിൽ ഹിറ്റാണ്. ബേസിലെ സിനിമകൾക്കൊക്കെ എപ്പോഴൊക്കെ ഞാൻ ഡേ 1 തിയേറ്ററിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ നല്ല ക്രൗഡ് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കൗതുകം തോന്നിയത് നുണക്കുഴിക്കാണ്. അങ്ങനെ അതിന് മാത്രം പ്രോമോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ രാവിലത്തെ ഒരു ഷോക്ക് ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഓഡിയൻസിനെ കണ്ടപ്പോൾ എനിക്കതൊരു അത്ഭുതമായിട്ട് തോന്നി. സംഭവം ഇത്രയേ ഉള്ളൂ. കൺസിസ്റ്റൻ്റ് ആയിട്ട് മിക്കപ്പോഴും നല്ല സിനിമകൾ ചെയ്യുന്ന ലെവലിലോട്ട് ഒരു ആക്ടർ പോയാൽ ഒരു നല്ല ഓഡിയൻസ് ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണിപ്പോൾ ബേസിൽ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബേസിലിൻ്റെ സിനിമയാണ് എന്ന് പറയുമ്പോൾ കാണാനുള്ള ലെവലിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ആ കോൺഫിഡൻസ്, ഇതാണ് ബേസിൽ ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നത് കാരണം അതിൻ്റെ ഇമ്പാക്റ്റ് ബേസിലിന് ഉണ്ട്. ബേസിലിൻ്റെ നല്ല ഹിറ്റായ സിനിമകളിൽ ഒരു കീ പോയിന്റ് ഉണ്ട്. അത് നല്ല സിനിമയാണ് എന്നത് മാത്രമല്ല, പക്ഷേ അത്യാവശ്യത്തിന് നല്ല പ്രോമോ ചെയ്ത് ഓഡിയൻസിൻ്റെ ഇടയിലോട്ട് ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട് എന്നത് കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ജയയുടെ ടൈമിൽ പ്രോമോ ടൈമിൽ ടൈറ്റിൽ സോങ്ങിൻ്റെ റീലൊക്കെ വൻ ഹിറ്റായിരുന്നു. എസ്പെഷ്യലി ജുനൈസിൻ്റെ കൂടെ ചെയ്ത ആ സ്പെസിഫിക് റീൽ. ഈ ട്രെൻഡ് ക്ലിക്കായപ്പോൾ ഗ്രാജുവലി ആ സിനിമയ്ക്കും ഡേ 1 നല്ല ഓഡിയൻസിനെ കിട്ടി. മെജോറിറ്റിക്കും വർക്കായതുകൊണ്ട് ആ സിനിമ ഹിറ്റാവുകയും ചെയ്തു. അതുപോലെ ഗുരുവായൂരമ്പലനടയിലിൻ്റെയും സൂക്ഷ്മദർശിനിൻ്റെയും ഇൻ്റർവ്യൂസൊക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബേസിലിനെ കുറിച്ച് മുന്നേ ആരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ബേസിൽ ഭയങ്കര കുട്ടിത്തമുള്ളൊരു ആക്ടറാണ്, ഹ്യൂമർ നന്നായിട്ട് വഴങ്ങും, ബേസിലിന് കൂടുതലും പോപ്പുലാരിറ്റി അങ്ങനെയാണ് വന്നത് എന്നൊക്കെ. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വെർസറ്റാലിറ്റി ബേസിലിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജയഹേലെ ക്യാരക്ടർ എടുക്കുക, വളരെ ടോക്സിക് ആയൊരു ക്യാരക്ടർ, പക്ഷെ ചെയ്യുന്ന ചില സെഗ്മെൻറ്റ്സ് കാരണം ചിരി വരും. പിന്നെ ജാനേമൻ വൾനറബിൾ ആയൊരു ക്യാരക്ടറാണ്, പക്ഷെ കോമഡിയുടെ കേസിൽ സിനിമയിൽ കൂടുതലും സ്കോർ ചെയ്ത പെർഫോമൻസ് അതായിരുന്നു. ദെൻ സൂക്ഷ്മദർശിനി പക്ക വിയേർഡാണ്, പക്ഷെ ചില സീൻസിലൊക്കെ ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബേസിലിന് ഹ്യൂമർ എലമെൻറ്റ്സ് ഒന്നുമില്ലാതെ ഒരു ക്യാരക്ടർ കൂളായിട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ജോജിയിലെ പെർഫോമൻസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഈ പറയുന്ന പോലെ കുട്ടിത്തം കലർന്നൊരു ആർട്ടിസ്റ്റ് എന്നത് ജോജിയിലെ പെർഫോമൻസിൽ തോന്നിയിട്ടില്ല. വളരെ മെച്യൂറായി എന്നാൽ പക്ക സീരിയസ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അത്. ഈ ട്വീറ്റിൽ പറയുന്ന പോലെ അഭിനയമൊക്കെ നല്ലത് തന്നെ, പക്ഷെ ഡയറക്റ്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞു പോകുന്നത് കുറച്ച് സീനാണ്. നോ ഒഫൻസ് ടു ഹിസ് ആക്ടിങ്, പക്ഷെ അതിൻ്റെ കൂടെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളും കൂടി വന്നാൽ നല്ലത്. പേഴ്സണലി മിന്നൽ മുരളി ആൻഡ് ഗോദയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളാണ്. സോ ബേസിൽ ഇങ്ങനെ ഡയറക്ഷനിൽ നിന്ന് ബ്രേക്ക് എടുത്ത് നിൽക്കുന്നത് കൊണ്ട് അത് കാണുമ്പോൾ എന്തോ പോലെ. ബേസിൽ സിനിമകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെങ്കിലും കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.